ഓരോ ഭവനത്തിന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥന. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ക്യാൻസർ രോഗത്താലും കിഡ്നി സംബന്ധമായ അസുഖത്താലും ഹൃദയ സംബന്ധമായ രോഗത്താലും ഒക്കെ ഭാരപ്പെടുന്നവരെ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ഇടവകയിൽ ഈ നാടുകളിൽ ചികിത്സയിലായിരിക്കുന്ന സമർപ്പിക്കാം. ശ്രീ KG അബ്രഹാം, ശ്രീ ജോമോഹൻ, ശ്രീ മാത്യു വർഗീസ്, ശ്രീ PM മത്തായി, ശ്രീമതി അന്നമ്മ യോഹന്നാൻ, ശ്രീമതി ജയ ഗോൾഡി, ശ്രീമതി ശോശാന ജോർജ്, ശ്രീ വർഗീസ് ജോൺ, മിസ് സ്റ്റെല്ല, ഈ പ്രിയപ്പെട്ടവരുടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച പ്രാർത്ഥന. അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രതിസന്ധിയിൽ രോഗങ്ങളിൽ സൗഖ്യം നൽകുന്ന രക്ഷകനായ കർത്താവിൻ്റെ കൃപ ഈ നാടുകളിൽ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ ശുശ്രൂഷിക്കുന്ന ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിന്റെ ക്ഷീണത്താൽ ഭവനങ്ങളിൽ കിടക്കയിലായിരിക്കുന്നവർ ഈ ആരാധനയെ സംബന്ധിക്കാൻ മനസ്സിലാക്കാൻ വളരെ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നവരൊക്കെയോ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യുവതി യുവാക്കളെ മധ്യവയസ്കരെയൊക്കെ ദൈവകരങ്ങളിൽ വിദ്യാഭ്യാസ സംബന്ധമായും ജോലി സംബന്ധമായും ഈ ഇടവകയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന പ്രിയമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സഭയുമായുള്ള ബന്ധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം അവരായിരിക്കുന്ന ഇടങ്ങളിൽ നയിക്കാൻ ഇടയാക്കണം എന്ന് പ്രാർത്ഥന. ഇന്ന് ഈ നാടുകളിൽ അവധിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നവരെയൊക്കെയോ നമ്മുടെ ഇടവകയുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദേവാലയ പുനർനിർമ്മാണ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച ആലോചനയിൽ ആ വിഷയങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. ഏറ്റവും അനുഗ്രഹീതമായ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി അതിൽ പ്രവേശിക്കാനായി ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിത്യമില്ലാത്തതും വന്യമായതും തത്വത്തിലേകമായ തത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെളിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. തന്റെ കർണിയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ നമ്മോട് കൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നതുമായ ജീവനും വിശുദ്ധിയുടെ ഏകരൂപമായി നമ്മോട് കൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതനായ
പിതാമക്കളോട് കരുണ കാണിക്കുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പുതുക്കത്തിനുമായി വരുമാനിക്കുന്നതിനുമായി ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത വലത്ത് നീട്ടി കടകൾ പരിഹാരത്തിനും പാപങ്ങൾ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ പ്രസാദത്തിനുമായി ചിന്തപ്പെടുന്നതുമായ വിലമതിക്കാവുന്നതല്ലാത്ത തിരിശരീരങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരായി ഈ കൂട്ടത്തെ നീ വാഴ്ത്തേണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്ന മേലും ഇവയെ കൊടുക്കുന്ന മേലും ഇവയെ കൈക്കൊള്ളുന്നതിലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തർക്കും നൽകപ്പെടും. കർത്താവ് വേണ്ടി മരിച്ചിട്ടുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക.